വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലേൺ ഈസി. നമ്മൾ ചാപ്റ്റർ 2 പാർട്ട് 2 ആണ് ഇവിടെ ചെയ്യുന്നത്. പാർട്ട് 1 വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവർ ആദ്യം അത് പോയിട്ട് കാണാം. Letters took a long time to reach other person. How do you think it affected communication between people in the past? നമ്മൾ പറഞ്ഞു ലെറ്റേഴ്സ് അയച്ചാൽ അത് കിട്ടുന്നതിനൊക്കെ കുറെ സമയം എടുത്തായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് എങ്ങനെയാണ് ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ എഫക്ട് ചെയ്തിരുന്നതെന്നാണ് ചോദിക്കുന്നത്. Earlier, sending messages took a lot of time because modern communication tools like mobile phones and the internet did not exist. As a result, people had to wait many days or even weeks to receive a reply from someone living far away. ദൂരെ താമസിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടാനൊക്കെ എന്ത് ചെയ്യുന്നു, ഒരുപാട് സമയം എടുത്തിരുന്നു അല്ലെ. എന്താ കാരണം, ഇന്നത്തെ പോലെ മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നമുക്കുള്ളൊരു പേപ്പറിൽ എഴുതി പോസ്റ്റ് ചെയ്ത് അത് അവർക്ക് കിട്ടി. അതിന് എന്ത് ചെയ്യും, ചിലപ്പോൾ ദിവസങ്ങളെടുക്കും, വീക്കുകളെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, അവരുടെ നിന്ന് തിരിച്ച് നമുക്ക് റിപ്ലൈ കിട്ടണം അല്ലെ. അതിന് ഒരുപാട് സമയം എടുത്തിരുന്നു എന്നാ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ വാസ് സ്ലോ ആൻഡ് ഷെയറിംഗ് അർജന്റ് ഇൻഫർമേഷൻ വാസ് ഡിഫിക്കൽട്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടാണ് നടന്നിരുന്നത്. അതുപോലെ ഈ അർജന്റ് ആയിട്ട് ഇൻഫർമേഷനൊക്കെ നമുക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഇൻ എമർജൻസി സിറ്റുവേഷൻസ് ഗെറ്റിംഗ് ഹെൽപ്പ് ഓർ പാസിംഗ് ഓൺ ഇമ്പോർട്ടന്റ് ന്യൂസ് വാസ് നോട്ട് ക്വിക്ക്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ നമുക്കൊരു സഹായം വേണമെങ്കിൽ ഇപ്പം എന്ത് ചെയ്താൽ മതി, ഫോണിലൂടെ നമുക്ക് ഇല്ലെങ്കിൽ മെസ്സേജസ് ആയിട്ട് ഇന്റർനെറ്റ് അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫർമേഷൻസ് വിത്തിൻ സെക്കൻഡുകളിൽ നമുക്ക് വേറെ ആളെ അറിയിക്കാൻ പറ്റൂലേ. പണ്ടൊന്നും ഇതൊന്നും ഇല്ലല്ലോ, ഇങ്ങനത്തെ സിസ്റ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കത്തെഴുതി തന്നെ വേണമായിരുന്നു ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി അല്ലേ. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഹെൽപ്പൊന്നും കിട്ടിയിരുന്നില്ല. Often people had to remain unaware of what was happening in the lives of their friends and family for a long time. നമ്മളെ ദൂരെയുള്ള ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ എന്താ നടക്കുന്നത്, ഇല്ലെങ്കിൽ ദൂരെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലും ഒക്കെയുള്ള ആൾക്കാരുണ്ടാവില്ലേ. ഇപ്പൊ നമുക്ക് ഫോൺ വിളിച്ചിട്ടും കാര്യങ്ങളൊക്കെ അവരെ കാര്യങ്ങളെല്ലാം നമുക്ക് നേരിട്ട് അവർ കണ്ട് സംസാരിക്കുന്നതിനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ഇല്ലേ. ഇപ്പോ മുന്നേ കാലത്ത് എന്താണ്, ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻ ഒന്നും കിട്ടില്ല. ഒരുപാട് ദിവസങ്ങൾ എടുത്തിട്ടാണ് അവര് വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെന്താ അൺഅവെയറായിരുന്നു, എന്താ അവിടെ നടക്കുന്നത് പോലും അറിയാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. How is it different from the way people communicate now? എങ്ങനെയാണ്? Earlier, sharing information through letters took a long time, as messages often reached after many days or even weeks. ഒരുപാട് ദിവസങ്ങളും വീക്കുകളും ഒക്കെ എടുത്തിട്ടാണ് മെസ്സേജുകളെല്ലാം നമുക്ക് പണ്ട് കാലത്ത് ലെറ്റേഴ്സ് വഴി അയക്കാൻ പറ്റിയിരുന്നത് അല്ലേ. Nowadays, ഇന്ന് എന്താ അവസ്ഥ? Modern tools like mobile phones, computers and the internet allow us to send message instantly. We can now stay in touch with our friends and family at any time and any place. ഇവിടെ ദൂര സ്ഥലങ്ങളിലാണെങ്കിൽ പോലും നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും ആയിട്ട് നമുക്കൊരു കണക്ഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Today, quick messages make sharing the news easier, but sometimes wrong information spread very quick too. How can we ensure the news we share is true? ഇന്ന് നമുക്ക് മെസ്സേജുകളൊക്കെ പെട്ടെന്ന് അയക്കാനും കിട്ടാനൊക്കെ തുടങ്ങിയെങ്കിലും റോങ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് സ്പ്രെഡ് ആവുന്നുണ്ട് അല്ലെ. അതെങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? നോക്കാം. ടു ബി കോൺഫിഡന്റ് ദാറ്റ് ദ ഇൻഫർമേഷൻ വി ഷെയർ ഈസ് കറക്റ്റ്. നമ്മളൊരു ഇൻഫർമേഷൻ അയക്കുമ്പോൾ അത് കറക്റ്റ് ആണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. വി ഷുഡ് ഫോളോ എ ഫ്യൂ ഈസി സ്റ്റെപ്സ്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ്, ചെക്ക് വേർ ദ ന്യൂസ് കംസ് ഫ്രം ആൻഡ് സി ഇഫ് ഇറ്റ് ഈസ് ഷെയർഡ് ബൈ എ ട്രൂവർത്തി വെബ്സൈറ്റ് ഓർ ഓർഗനൈസേഷൻ. നമുക്ക് വിശ്വസനീയമായിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ നിന്ന് വന്നതാണോ എന്ന് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ലുക്ക് ഫോർ പ്രൂഫ് സച്ച് ആസ് ഫാക്ട്സ്, ഡാറ്റ ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം എക്സ്പേർട്സ്. നമ്മൾ എക്സ്പേർട്സിൽ നിന്നും ഫാക്ട്സും ഡാറ്റകളും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എടുക്കണം. ഇത് ശരിയാണോ എന്നുള്ളതിന് നമുക്ക് തെളിവ് വേണ്ടേ. ഈ പറഞ്ഞത്
കറക്റ്റ് ആണ് എന്നുള്ളതിനുള്ള പ്രൂഫ് നമ്മൾ കളക്ട് ചെയ്യണം. ഡേറ്റ് ടു മേക്ക് ഷുവർ ദ ഇൻഫർമേഷൻ ഈസ് നോട്ട് ഓൾഡ്. നമ്മൾ പണ്ട് ഉള്ള എന്തെങ്കിലും കുറെ ദിവസങ്ങൾക്കോ കുറെ മാസങ്ങൾക്കോ മുന്നേ ഉണ്ടായിരുന്ന എന്തെങ്കിലും ന്യൂസ് ആയിരിക്കാം, അത് ചിലപ്പോ ഇപ്പോഴും സ്പ്രെഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, അത് ഇപ്പൊ നടന്നതാന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കും അല്ലെ. അതിനെന്ത് ചെയ്യണം, അതിലെ ഡേറ്റ് എപ്പോഴും ചെക്ക് ചെയ്യണം. അത് ഇപ്പോൾ ഉള്ളതാണോ മുന്നത്തെ ഇൻഫർമേഷൻ ആണോ എന്നുള്ള കാര്യമാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. Then compare the news with the reports from other reliable sources to see if they match. നമുക്ക് കിട്ടിയ ന്യൂസ് നമ്മൾ വേറെ സോഴ്സസിൽ നിന്നും വേറെ ഇടങ്ങളിൽ നിന്നൊക്കെ ഇത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയും കൂടി വേണം. If you are still unsure, ask a parent, teacher or another responsible adult for guidance. നമുക്ക് അത് അൺഷുവർ ആണെങ്കിൽ, അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ഉറപ്പില്ല എന്നെങ്കിൽ നമ്മൾ മുതിർന്ന ആൾക്കാരുമായിട്ട് ടീച്ചേഴ്സോ. Flyovers are raised roads built above the ground that allows vehicles to pass over crowded roads and intersections, helping to reduce traffic and save time. Bridges are structures that join two sides of rivers or gaps, making it easier for people and vehicles to cross safely and quickly. ഫ്ലൈഓവേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ക്രൗഡഡ് ആയിട്ടുള്ള റോഡിനും ഇന്റർസെക്ഷനൊക്കെ മേലെ നമ്മള് ഉണ്ടാക്കുന്ന ബിൽഡിംഗ് ബിൽഡാണ്. അതെന്ത് ചെയ്യും, നമ്മളെ ടൈം സേവ് ചെയ്യാനായിട്ട് സഹായിക്കും അല്ലെ. അപ്പൊ താഴെ നല്ല തിരക്ക് പിടിച്ച റോഡുകൾ താഴെ ഉണ്ടെങ്കിൽ നമുക്ക് മേലെ കൂടിയും ഈ ഫ്ലൈ ഓവറിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, വാഹനങ്ങള് മൂവ് ചെയ്യാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ ബ്രിഡ്ജസ് എന്ന് പറയുന്നത് എന്താണ്, റിവറിന്റെ രണ്ട് സൈഡുകളെയും ഗ്യാപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ട് സൈഡുകളെയൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രിഡ്ജസ് ഉപയോഗിക്കുന്നത്. ഇതെന്ത് ചെയ്യുന്നു, ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മളെ തിരക്കുകളൊക്കെ കുറച്ചിട്ട് നമുക്ക് കൂടുതൽ പെട്ടെന്ന് തന്നെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്താനായിട്ട് സഹായിക്കുന്നു. Metro trains operate on dedicated tracks either above or below the ground and provide fast travel within cities. നമ്മുടെ സിറ്റികളിലുള്ളിലൊക്കെ ക്രൗഡ് ആയിരിക്കും, ഭയങ്കര തിരക്ക് പിടിച്ചായിരിക്കുന്ന വേലയാണ്. അങ്ങനത്തെയുള്ള സ്ഥലങ്ങളിലൊക്കെ മേലെ കൂടെയോ ഫ്ലൈ ഓവർ ആയിട്ടോ ഇല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് കണക്ഷനിലൂടെയൊക്കെ മെട്രോ ട്രെയിന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ടൈം സേവ് ചെയ്യുന്നതിനും പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്തുന്നതിനും ഒക്കെ സഹായിക്കും. റെയിൽവേ ട്രെയിൻസ് റൺ ഓൺ സെപ്പറേറ്റ് ട്രെയിൻ. നമ്മൾ മെട്രോ ട്രെയിനിന് പോകുന്ന അതേ റെയിൽ കൂടെ അല്ല റെയിൽവേ ട്രെയിൻസ് ഒക്കെ പോകുന്നത്, അതേ കൂടെയാണ്, സെപ്പറേറ്റ് റെയിൽ ട്രാക്ക് കൂടെയാണ്. ഇത് നമ്മൾ ലോങ് ഡിസ്റ്റൻസിലുള്ള ട്രാവലിനൊക്കെ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ട്രെയിനുകൾ എന്ന് പറയുന്നത്. കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ദൂരെയുള്ള സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നുണ്ട്. വേറൊന്നും എന്താണ്, എയറോപ്ലെയിൻസ് ആൻഡ് എയർ ട്രോളീസ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇത് എയർ ട്രാൻസ്പോർട്ടാണ് അല്ലെ. എയറോപ്ലെയിൻസ് എന്ത് ചെയ്യുന്നു, ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള കൺട്രികളിലേക്ക് സിറ്റികളിലേക്കുള്ള ട്രാവൽ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുന്നു. എയർ ട്രോളീസ് മൂവ് ലോങ് കേബിൾസ് ഇൻ എയർ ആൻഡ് എസ്പെഷ്യലി നമ്മളെ ഹില്ലി ഏരിയസ് ഒക്കെ ഉണ്ടാവും അല്ലെ. നമ്മളെ കുന്നുകള് മലകള് അങ്ങനത്തെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ട്രോളികള് നമുക്ക് കാണാം, എയർ ട്രോളികൾ കാണാൻ പറ്റും. നമ്മളെ പഴനി, ശബരിമല അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അസുഖമുള്ളവർക്കും അല്ലെങ്കിൽ അങ്ങനെ മല കയറാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കും പെട്ടെന്നൊക്കെ എത്താൻ വേണ്ടിയിട്ടൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Dadaji continued. These modern facilities and services such as flyovers and metros have made life easier for us. പണ്ട് ഇവിടെ നിന്ന് ഇപ്പൊ നമുക്ക് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കോ ബോംബെയിലേക്കോ അങ്ങനെയുള്ള കുറച്ച് ദൂരമായിട്ടേക്കുള്ളിൽ തന്നെ കൽക്കത്ത അങ്ങനെ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി പണ്ട് എടുത്തിരുന്നതിനേക്കാൾ വളരെ കുറച്ച് സമയം മാത്രമേ ഇപ്പൊ എടുക്കുന്നുള്ളൂ അല്ലെ. ഇപ്പൊ പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട് അല്ലെ, ട്രെയിനുകളായിട്ടും സ്പീഡായിട്ടുകളുണ്ട്. ഇപ്പൊ പണ്ടൊന്നും ഇതൊന്നും അത്ര അവൈലബിൾ ആയിരുന്നില്ല. ഇന്നിപ്പോ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മാറിയിരിക്കുന്നു. ഇവിടെ എന്താ ദാദാജി പറയുന്നത്, ഈ ഡെവലപ്മെന്റ് എല്ലാം നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ടെങ്കിലും മെനി ആനിമൽസ് ആൻഡ് ബേർഡ്സ് ആൻഡ് ട്രീസ്, ഒരുപാട് ആനിമൽസിനെയും ബേർഡ്സിനെയും ട്രീസിനെയൊക്കെ ഇത് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞ. കാരണം എന്താ, നമുക്ക് ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീകളൊക്കെ വെട്ടി നശിപ്പിക്കേണ്ടി വരും അല്ലെ. ഈ ട്രീകൾ എന്ന് പറയുന്ന ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ജീവികൾ അല്ലെ, ബേർഡ്സും എനിമൽസും ഒക്കെ ആ ട്രീയിലുണ്ടാവും. ഒരുപാട് ബേർഡ്സ് ഉണ്ടാവും, എനിമൽസ് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്നുണ്ടാവും. അവയൊക്കെ ഇതെന്തായിരിക്കും, ദോഷകരമായിട്ട് ബാധിക്കും എന്നാണ് പറയുന്നത്.
Navya replied, I wonder if we can have such development even while keeping our environment safe and secure. ഓ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ഈ ഡെവലപ്മെന്റ് ഒക്കെ എൻവിറോൺമെന്റിനെ സേഫും സെക്യൂറും ആക്കിയിട്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ഈ ജീവികളിലേക്കും നമ്മളെ പ്രകൃതിക്കും നാച്ചുറിനും ഒക്കെ ഒരു ഹാമും വരുത്താതെ നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുല്ലേ എന്നുള്ള രീതിയിൽ പറയാണ് നവ്യ. അപ്പൊ ദാദാജി പറയാണ്, ദാദാജി സെഡ്, യെസ്, ദാറ്റ് ക്യാൻ ഹാപ്പൻ ബൈ ക്രിയേറ്റിംഗ് എ ബാലൻസ്. നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നിനും ഹാംഫുൾ ആവാതെ നമുക്ക് ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇഫ് വി പ്ലാൻ ട്രീസ് വി ക്യാൻ കീപ് അവർ എൻവിറോൺമെന്റ് സെക്യൂർ. നമ്മൾ പണ്ട് പറയാറില്ലേ, ഒരു മരം വെട്ടി നശിപ്പിക്കുന്ന വെച്ചാൽ നമ്മൾ ഒരു മരം വെട്ടിക്കളഞ്ഞാൽ അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 10 മരത്തിന്റെ തൈകള് ചെടികള് വെച്ച് പിടിപ്പിക്കണം എന്നാ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? അത് നമ്മളുടെ നാച്ചുറിനെ സേഫ് ആക്കാനും സെക്യൂർ ആക്കാനും വേണ്ടിയിട്ട്, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രീസുകൾ പ്ലാന്റ് ചെയ്യണം, വെച്ച് പിടിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വിച്ച് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഡു യു യൂസ് ദ മോസ്റ്റ്? ഏത് തരത്തിലെ ട്രാൻസ്പോർട്ടേഷൻ ആണ് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? ഏതാണ്? ലാൻഡ് ട്രാൻസ്പോർട്ട് അല്ലെ? റോഡിലൂടെയൊക്കെ അല്ലേ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് സഞ്ചരിക്കാറ്? ലാൻഡ് ട്രാൻസ്പോർട്ട് ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. റോഡിലൂടെയും ട്രെയിൻ വഴിയും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെ ഉപയോഗിക്കുന്നത്. Can you identify the structures in the picture and explain how they have made travel faster and connectivity better? നിങ്ങൾ ഇവിടെ ഒരുപാട് പിക്ചറുകൾ കാണുന്നുണ്ട് അല്ലെ? മെട്രോ ട്രെയിന്, ഫ്ലൈ ഓവേഴ്സ്, പിന്നെ എന്താണ്, എയറോപ്ലെയിൻ അല്ലെ, ട്രെയിനുകള്, എയർലൈൻസുകള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിക്ചറിൽ കാണുന്നുണ്ട്. അത് നിങ്ങളെ എങ്ങനെയാണ് നിങ്ങളെ ട്രാവലിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. List the pupil who works at the hospital or a health center and write down their role in the following table. One example have been given in the table.
did your parents and grandparents go to the school or other places when they were of your age? Is it different from how you travel today? Note it down below. ഇവിടെ ഇങ്ങനെ 3 കോളംസ് തന്നിട്ടുണ്ട്. ഒന്ന് നിങ്ങളുടെ യു എന്ന് പറഞ്ഞിട്ട്, പിന്നെ പേരൻസ്, ഗ്രാൻഡ് പാരൻസ്. നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിലേക്കൊക്കെ പോകുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിന്റെ അടിയിൽ എഴുതുക. ബസ്സിലൂടെയാണെങ്കിൽ ബസ് എഴുതുക, അല്ലെങ്കിൽ നടന്നിട്ടാണെങ്കിൽ ബൈ വാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതാം. എങ്ങനെയാണ് നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത്? ബസ്സിലാണെങ്കിൽ വാനിലോ ഓട്ടോറിക്ഷയിലോ അങ്ങനെ എന്തിനാണെങ്കിൽ അത് എഴുതാം. അല്ല നടന്നിട്ടാണെങ്കിൽ അങ്ങനെയും എഴുതാം. പാരന്റ്സ്, നിങ്ങളെ പാരന്റ്സ് ഒക്കെ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു നടന്നിട്ടായിരിക്കും, വാക്കിംഗ് ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് എഴുതാം. അല്ല അവര് ബസ്സിലോ ഇതിലൊക്കെ ആയിരുന്നു എങ്കിൽ നിങ്ങൾക്ക് അതും എഴുതാം. നിങ്ങളെ ഗ്രാൻഡ് പാരന്റ്സ് എന്തായാലും നടന്നിട്ടായിരിക്കും സ്കൂളിലൊക്കെ പണ്ടുകാലത്ത് പോയിട്ടുണ്ടാവുക. അപ്പൊ അത് നിങ്ങൾക്ക് ചോദിച്ചിട്ട് ഇവിടെ എഴുതാം. After some time, a few people got down at a bus stop which was near a hospital. കുറച്ചു നേരം കഴിഞ്ഞപ്പോ കുറച്ച് ആളുകളെല്ലാം എന്താണ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. ഏത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയ? ഒരു ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പില് കുറച്ച് പീപ്പിള് ഇറങ്ങി, ബസ്സിൽ നിന്ന് ഇറങ്ങി. Navya noticed a banner outside the hospital that said, I check up camp. അപ്പോഴാണ് നവ്യ എന്ത് ചെയ്യുന്നത്? ആ ഹോസ്പിറ്റലിന്റെ മുൻവശത്തെ ഹോസ്പിറ്റലിന്റെ പുറത്ത് എന്ത് ചെയ്യേണ്ട ഒരു ബാനർ കെട്ടി തൂക്കിയിട്ടുണ്ട്. ആ ബാനറിൽ എഴുതിയിട്ടുണ്ട് ഐ ചെക്കപ്പ് ക്യാമ്പ്. എന്താണ് ഐ ചെക്കപ്പ് ക്യാമ്പ് പറഞ്ഞാൽ? നമ്മളെ കണ്ണെല്ലാം ചെക്ക് ചെയ്യുന്നതല്ലേ, നമ്മളെ കാഴ്ചകളെല്ലാം ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു ക്യാമ്പ് അവിടെ നടക്കുന്നുണ്ടെന്ന് ആ ബാനറിൽ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. മെനി പീപ്പിൾ വെർ ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ. അപ്പോഴാണ് നവ്യ ശ്രദ്ധിച്ച കുറെ പേര് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. What is this? Why are so many people coming here? She asked. Her eyes got wide with wonder. എന്താ ഇവിടെ നടക്കുന്നേ? എന്താ ഇവിടെ കുറെ ആളുകളെല്ലാം എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത് എന്ന് അവള് ഭയങ്കര വണ്ടറായിട്ട് അത്ഭുതത്തോട് കൂടിയിട്ട് ചോദിക്കുകയാണ്. ദാദാജി റിപ്ലൈ. ദാദാജി പറയാണ്, നവ്യ, ദിസ് ഈസ് എ ഹോസ്പിറ്റൽ. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റൽ ആണ്. പീപ്പിൾ കം ഹിയർ വെൻ ദേ ആർ അൺവെൽ. ആളുകള് സിക്കായാലും അവർക്ക് സുഖമില്ല എന്ന് തോന്നിയാലും അൺവെല്ലാണെങ്കിലൊക്കെ വരുന്ന സ്ഥലമാണ് എന്ത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നിങ്ങളും പോയിട്ടുണ്ടാവൂലേ? നിങ്ങൾക്ക് പനിയോ ചുമയോ അങ്ങനെയൊക്കെ ജലദോഷമോ ഒക്കെ ഉണ്ടാവുമ്പോ ഒക്കെ നിങ്ങൾ എങ്ങടാ പോവാറ്? ഹോസ്പിറ്റലിലേക്കല്ലേ പോവാറ്? I brought your grandmother here for her eye operation a few years ago. കുറച്ചു വർഷം മുന്നേ ഞാൻ നിന്റെ ഗ്രാൻഡ് മദറിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, മുത്തശ്ശിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? കണ്ണിന്റെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ് ദാദാജി. ദ ഡോക്ടേഴ്സ് ഹെൽപ്ഡ് ഹെർ സീ ബെറ്റർ. ഇവിടുത്തെ ഡോക്ടേഴ്സ് എന്താണ്? അവളെ നല്ല കാഴ്ച നല്ല ബെറ്റർ ആയിട്ട് അവൾക്ക് കാണുന്നതിനെ അവളുടെ കണ്ണിനെ എന്ത് ചെയ്തു? ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് മെയ്ഡ് എ ഹ്യൂജ് ഡിഫറൻസ് ടു ഹെർ ലൈഫ്. അല്ലെ, നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം നമുക്ക് കണ്ണ് കാണുന്നില്ലെങ്കിൽ അല്ലെ, എത്ര ബുദ്ധിമുട്ടാണ് നമുക്ക്. അത് ഡോക്ടേഴ്സ് ഓപ്പറേഷൻ ചെയ്തിട്ട് മുത്തശ്ശിക്ക് നല്ല ബെറ്റർ ആയി എന്നാണ് പറഞ്ഞത്. This hospital is such an important part of our community. ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മളെ കമ്മ്യൂണിറ്റിയുടെ ഇമ്പോർട്ടന്റ് പാർട്ടാണ്. അല്ലെ, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാലും നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റിയാലൊക്കെ നമ്മളെ രക്ഷിക്കുന്നതിന്, നമ്മളെ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളവർ ആരാണ്? ഡോക്ടേഴ്സ് ആണ്. ഈ ഡോക്ടേഴ്സ് ഉള്ള സ്ഥലമാണ് എന്താ? ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് നമ്മൾ എന്താണ്? ദൈവത്തെ പോലെയാണ് പല സമയങ്ങളിലും നമ്മൾ കാണാറുള്ളത് അല്ലെ. ഡോക്ടേഴ്സ് പേഷ്യൻസിനെ ഒക്കെ നോക്കി ട്രീറ്റ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്ന ആളാണ് അല്ലെ. നെക്സ്റ്റ് നേഴ്സ് എന്താ ചെയ്യാ? ടേക്ക് കെയർ ഓഫ് പേഷ്യൻസിനെ ഒക്കെ ടേക്ക് കെയർ ചെയ്യുന്ന ആളാണ്. ടേക്ക് കെയർ ഓഫ് പേഷ്യൻസ്, ഗിവ്സ് മെഡിസിൻസ്, ഹെൽപ്പ് ഡോക്ടർ വിത്ത് ട്രീറ്റ്മെന്റ്. ഡോക്ടറെ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിനൊക്കെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുക അല്ലെ. പേഷ്യൻസിന് മെഡിസിൻ കൊടുക്കുക. ലാബ് ടെക്നീഷ്യൻ എന്താ ചെയ്യുന്നത്? ടെസ്റ്റ് സാമ്പിൾസ് ലൈക്ക് ബ്ലഡ്, യൂറിൻ എക്സെട്ര ടു ചെക്ക് ഫോർ ഡിസീസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡും യൂറിനും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ആളാണ് ലാബ് ടെക്നീഷ്യൻ. അറ്റൻഡന്റ് എന്താ ചെയ്യുക? അറ്റൻഡന്റ് എന്ത് ചെയ്യും? ഹെൽപ്സ് പേഷ്യന്റ് ബൈ അസിസ്റ്റിംഗ് വിത്ത് ഡെയിലി ടാസ്ക് അല്ലെ. അവരെ പേഷ്യൻസിനൊക്കെ അസിസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് അറ്റൻഡന്റ്.
വീഡിയോയുടെ നീളം കൂടുമെന്നത് കൊണ്ട് നമ്മളിത് തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബാക്കി ഭാഗം അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം.